കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ഉപയോക്താക്കൾക്കും 2% ക്ഷാമാശ്വാസമുയർത്തി കേന്ദ്ര സർക്കാർ. ജനുവരി 1 തീയതി മുതൽ മുൻകാല പ്രാബല്യത്തിലാണ് 2% DA വർധനവ് ശമ്പളത്തിൽ ലഭിക്കുക. 50.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്കും 68.3 ലക്ഷം പെൻഷൻ ഉപയോക്താക്കൾക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർ കാത്തിരുന്ന 2% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിസഭ ഉത്തരവിറക്കിയിരുന്നു. പെൻഷൻ ഉപയോക്താക്കൾക്കും 2% ക്ഷാമാശ്വാസം കേന്ദ്രം ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻ ഉപയോക്താക്കളുടെ ക്ഷാമാശ്വാസവും 60% ഉയർന്നു. സാധാരണ ഹോളിയോടനുബന്ധിച്ചായിരുന്നു കേന്ദ്രം DA വർധനവ് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ വൈകിയതിൽ ജീവനക്കാരിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ജനുവരി 1 തീയതി മുതൽ മുൻകാല പ്രാബല്യത്തിലാണ് 2% DA വർധനവ് ശമ്പളത്തിൽ ലഭിക്കുക. 50.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്കും 68.3 ലക്ഷം പെൻഷൻ ഉപയോക്താക്കൾക്കുമാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നത്. DA വർധനവിനായി സർക്കാർ 6,791 കോടി രൂപയാണ് വകമാറ്റിയിരിക്കുന്നത്. ജനുവരിയിലെ CPI ഇൻഡെക്സ് പ്രകാരമാണ് 2% DA ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ഏറ്റവും അവസാനമായി DA ഉയർത്തിയത്. അന്ന് 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചപ്പോൾ സർക്കാർ ജീവനക്കാരുടെ DA 55-ൽ നിന്നും 58% ഉയർന്നിരുന്നു. വർഷത്തിൽ 2 തവണയാണ് ക്ഷാമബത്ത വർദ്ധിപ്പിക്കുക. ഈ വർഷം ജൂലൈ മാസത്തിലെ CPI ഇൻഡെക്സ് പ്രകാരം വീണ്ടും ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനു മുൻപ് 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നാൽ ഈ 60% DA അടിസ്ഥാന ശമ്പളത്തിനൊപ്പം ചേർന്നേക്കും. അതേസമയം ഈ മാസം ശമ്പളത്തിൽ എത്ര രൂപ വർദ്ധിക്കുമെന്നതാണ് നിലവിൽ ജീവനക്കാരുടെ ആകാംക്ഷ. അടിസ്ഥാന ശമ്പളത്തിന്റെ എത്ര ശതമാനമാണോ അതാണ് DA ആയി ലഭിക്കുക. നിലവിൽ 58-ൽ നിന്നും 60% ക്ഷാമബത്ത ഉയരുമ്പോൾ അടിസ്ഥാന ശമ്പളം 18,000 രൂപ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരന് 10,800 രൂപയാണ് DA ഇത്തവണ മുതൽ ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ 10,440 രൂപയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് DA ആയി ലഭിച്ചുകൊണ്ടിരുന്നത്. 360 രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിൽ ജനുവരി മാസം മുതലുള്ള DA വർധനവ് ലഭിക്കുന്നതാണ്. അതായത് 18,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് ഈ 1,440 രൂപ അധികം ലഭിക്കും. സമാനമായി പെൻഷൻ ഉപയോക്താക്കൾക്കും DR വർദ്ധിക്കും. 2% DR വർദ്ധിക്കുമ്പോൾ 9,000 രൂപ അടിസ്ഥാന പെൻഷൻ ലഭിക്കുന്നയാൾക്ക് 5,400 രൂപയാണ് DR ആയി ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ലഭിച്ചുകൊണ്ടിരുന്ന DR 5,220 രൂപയാണ്. 180 രൂപയുടെ വർധനവാണ് ഈ മാസം മുതൽ ലഭിക്കുക. ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തിൽ ലഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷനിൽ 720 രൂപയുടെ വർധനവുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.